സംസ്ഥാനത്തെ കുടുംബശ്രീ സംരംഭങ്ങളെ സാങ്കേതിക മികവിലേക്ക് ഉയർത്തുന്ന കെ-ടാപ്പ് പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. ഇൻഫോ പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം.ബി. രാജേഷ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയെ വരുമാന വർധനവിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുടുംബശ്രീയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന സാങ്കേതിക മുന്നേറ്റമാണ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം കെ-ടാപ്പിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും നൂതന സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതി. ഇൻഫോ പാർക്കിലെ ജെയിൻ കൽപ്പിത സർവകലാശാല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കുടുംബശ്രീ അതിന്റെ ദൗത്യം ഫലപ്രദമായി നിറവേറ്റിയിട്ടുണ്ടെന്നും അടുത്ത ഘട്ടമായി കുടുംബശ്രീയെ വരുമാന വർധനവിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ 1998 ആരംഭിച്ചതാണ്. കാൽനൂറ്റാണ്ട് പിന്നിട്ടു. ആരംഭിച്ചത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന നിലയിലാണ്. ആ ദൗത്യം കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകൊണ്ട് ഭംഗിയായി ഫലപ്രദമായി കുടുംബശ്രീ നിറവേറ്റിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം പിന്നിട്ട് വരുമാന വർധനവിലേക്ക് നയിക്കുക. അതിനുവേണ്ടി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കണം, വൈവിധ്യവൽക്കരിക്കണം. കെ-ടാപ്പ് പദ്ധതിയുടെ ഭാഗമായി 104 സാങ്കേതിക വിദ്യകളുടെ ധാരണാപത്രം കൈമാറ്റവും ചടങ്ങിൽ നടന്നു. സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതിന് കുടുംബശ്രീയുമായി കരാറിലേർപ്പെട്ട ICAR, NRCB, CSIR, NIST, മണ്ണുത്തി കാർഷിക സർവകലാശാല, സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളാണ് ധാരണാപത്രം കൈമാറിയത്. ICAR, CTCRI and കുടുംബശ്രീ മിഷൻ. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ആസൂത്രണ ബോർഡ് കാർഷിക വിഭാഗം മേധാവി S. നാഗേഷ് തുടങ്ങിയവരും കാർഷിക സാങ്കേതിക ഗവേഷണ രംഗത്തെ നിരവധി പ്രശസ്ത സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ശാസ്ത്രജ്ഞരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.